യുവതിയുടെ തുടയലിൽ ബാധിച്ച അപൂർവ അർബുദ രോഗം മാറ്റി പാല മാർസ്ലീവ മെഡിസിറ്റി. ബയോപ്സി ചെയ്ത് നടത്തിയ പരിശോധനയിലാണ് പരോസ്റ്റിയൽ ഒസ്റ്റിയോസാർക്കോമ എന്ന അപൂർവ എല്ലിന്റെ അർബുദ രോഗമാണ് യുവതിയെ ബാധിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയത്. യുവതിയുടെ തുടയലിൽ ബാധിച്ച അപൂർവ അർബുദം പാല മാർസ്ലീവ മെഡിസിറ്റിയിൽ നടത്തിയ സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. കടുത്തുരുത്തി സ്വദേശിയായ 37-കാരിയുടെ കാലിലാണ് അപൂർവ അർബുദ രോഗം പിടിപെട്ടിരുന്നത്. കാൽമുട്ടിലെ അസഹ്യമായ വേദനയെ തുടർന്ന് ഇവർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. എക്സ്റേ പരിശോധനയിൽ തുടയലിൽ വളർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് സ്കാനിങ്ങിന് വിധേയമായി. സ്കാനിംഗ് പരിശോധനയിൽ തുടയലിൽ 15 സെന്റിമീറ്ററോളം വലുപ്പത്തിൽ അർബുദം കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്കായി യുവതി മാർസ്ലീവ മെഡിസിറ്റിയിലെത്തിയത്. ഓർത്തോപീഡിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് പിബിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അർബുദം കാലിലേക്കുള്ള രക്തക്കുഴലിലേക്കും ഞരമ്പിലേക്കും ബാധിച്ചതായി കണ്ടെത്തി. തുടർന്ന് ഓങ്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റോണി ബെൻസൺ, സർജിക്കൽ ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജോഫിൻ കെ ജോണി എന്നിവരുടെ നിർദ്ദേശപ്രകാരം ബയോപ്സി ചെയ്ത് നടത്തിയ പരിശോധനയിലാണ് പരോസ്റ്റിയൻ ഓസ്റ്റിയോസാർക്കോമ എന്ന അപൂർവ എല്ലിന്റെ അർബുദ രോഗമാണ് യുവതിയെ ബാധിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയത്. രക്തക്കുഴലിലും ഞരമ്പുകൾക്കും കേടുപാടുകൾ സംഭവിക്കാതെ ശസ്ത്രക്രിയയിലൂടെ അർബുദം നീക്കണമെന്ന വെല്ലുവിളിയാണ് ഡോക്ടർമാരുടെ മുമ്പിലുണ്ടായിരുന്നത്. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ അർബുദം പൂർണ്ണമായും നീക്കം ചെയ്ത തുടയലിന്റെയും കാൽമുട്ടിന്റെയും സ്ഥാനത്ത് കൃത്രിമ മുട്ടും തുടയലും സന്ധിയും മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ മാത്യു എബ്രഹാം, സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് പിബി, സീനിയർ രജിസ്ട്രാർ ഡോക്ടർ അഭിരാം കൃഷ്ണൻ, സർജിക്കൽ ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജോഫിൻ കെ ജോണി, അനസ്തേഷ്യ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. പിറ്റേ ദിവസം മുതൽ യുവതി നടക്കാൻ തുടങ്ങുകയും 4 ദിവസങ്ങളിനുള്ളിൽ സുഖം പ്രാപിച്ച് ആശുപത്രിയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. i4U ന്യൂസ്, പാല.